മത്തായി 19:30 മത്തായി 20:16 ലൂക്കായതിലാണ് തോമസ്? മുമ്പും പിമ്പേ വരും. അത് കണ്ടുപിടിക്കണം. മുമ്പന്മാർ പിമ്പേ വരും, പിമ്പന്മാർ. ഇപ്പൊ മത്തായി അതൊരു പ്രത്യേക. പക്ഷെ ഒരിക്കലും ഗുരുവിനെ പോലെ വരികയില്ല. അത് ഓർത്തു ചാടി മുമ്പിൽ വരാന്ന് പറയുന്നത്. അത് ചിലർക്ക് അങ്ങനെ തോന്നി. കോഴിക്കുഞ്ഞ് ഈ ലൂക്ക 13:34 ഈ കോഴിക്കുഞ്ഞിന്റെ കുഞ്ഞ് അടിയിലിരിക്കുകയാണ്. അതുപോലെ കൊണ്ടു നടക്കുന്ന ആത്മാവിലുള്ളവര്. നിങ്ങളുടെ കാലത്ത് ആത്മാവിന്റെ കാര്യത്തിൽ ഭയങ്കര തീഷ്ണതയായിരിക്കും. ഒരാളുടെ ആത്മാവ് തകർന്നു പോകാതിരിക്കാൻ. പക്ഷെ ചിലപ്പോ തോന്നും കോഴിക്കുഞ്ഞ് അവിടെ നാഞ്ഞോള് ഇഷ്ടം പോലെ കിടന്ന് കളിക്കും. സാത്താന്റെ പ്രലോഭനങ്ങൾ. വിശുദ്ധിയാണ് നമ്മുടെ ഏറ്റവും വലിയ അധീരമായ വാള്. ജ്ഞാനം 5:19 ഖഡ്ഗം. അത് വരുമ്പോഴാണ് കൃപകളെല്ലാം അറിയുന്നത്. കണ്ടോ? ലേവ്യർ 10:10 വിശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയണം. അതാണ് ഇസക്കേൽ 22:26 പറയുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധി വരണം നമ്മില്. ആ വിശുദ്ധിയിലാണ്. അതാണ് പത്രോസ് പറയുന്നത്. 1 പത്രോസ് 1:15-16 നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലോട്ടാണ്. കണ്ടോ? മഗ്ദലന മറിയം ഈശോയെ കണ്ടെത്തി കഴിച്ചപ്പോ പിന്നെ ആരായി? വിശുദ്ധിയായി. കണ്ടോ? അതാണ് വിശുദ്ധിയിലോട്ട് പ്രയാണം. വിശുദ്ധ വചനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധരാകുന്നത്. സെയിന്റ് അഗസ്റ്റിൻ വിശുദ്ധനായത് വെറുതെ വന്നാണോ? വചനം സ്വീകരിച്ചപ്പോഴാണ്. മാതാവിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? വചനമായിരുന്നു. ലൂക്ക 2:19 51 സെയിന്റ് അഗസ്റ്റിൻ വചനം സ്വീകരിച്ചപ്പോഴാണ്. റോമ 13 11-14 വചനം കേട്ടപ്പോൾ അത് ആത്മാവിൽ സ്വീകരിച്ചു. യാക്കോബ് 1:21 വചനം ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ്. വചനത്തിന്റെ ശക്തി അതാണ്. നാം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാരി വരും. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 10:44-48 വചനം. അതുകൊണ്ടാണ് പരിശുദ്ധാരി വരുമ്പോഴാണ് വചനം കേൾക്കുമ്പോൾ എല്ലാവരും താഴേക്ക് വീഴുന്നത്. ഏറ്റവും വലിയ വചനം യേശു, ഒറ്റ നാമം. കണ്ടോ? ആ യേശു എന്ന് പറയുമ്പോ വിശുദ്ധ പൗലോസ് പറഞ്ഞല്ലേ, സഹോദരൻ പുരുഷന്മാരുടെ കരങ്ങൾ പവിത്രങ്ങളാണെന്ന് 1 തിമോത്തി 2:8. ആ കരങ്ങൾ ഉയർത്തിയാലോ? പവിത്രമായ കരം ഉയർത്തിയാല് കർത്താവ് പ്രവർത്തിക്കും. അപ്പോ എല്ലാം വീഴും. ഇതാണ് ആത്മീയരഹസ്യം. ജെറമ്യ 15:19 നാക്ക് സദ്വചനങ്ങൾ പറയുന്ന നാക്കായി വന്നാല് ദൈവത്തിന്റെ കരങ്ങൾ അപ്പൊ കർത്താവ് പ്രവർത്തിക്കുകയാണ് അവിടെ. നാം യോഹന്നാൻ 3:30 ഇല്ലാതെ അവസാനിച്ച് ഈശോയുടെ ആത്മാവോടെ ശക്തിയായി പ്രവർത്തിക്കും. നാം എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നെല്ലാം പരിശുദ്ധാരൂപി നമ്മളെ പഠിപ്പിച്ചോളും, പറഞ്ഞു തന്നോളും. ലൂക്ക 21:14-15 അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കൂടി സംസാരിക്കുന്നത്. മത്തായി 10:20 പരിശുദ്ധാരൂപനെങ്കിൽ കൽപ്പനകൾ പാലിച്ചിരിക്കണം. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ഞാനും എന്റെ പിതാവും നിങ്ങളിൽ വന്ന് വാസമർപ്പിക്കും. ഇതിന് ഓപ്പോസിറ്റ് മറ്റവരാരാ പറഞ്ഞത്? ഉള്ള പാപം എല്ലാം ചെയ്ത് നോക്കും, മറ്റോ നല്ലോണം വന്ന് കൂടും. ഉണ്ടോ? അതാണ് പാപം ചെയ്താൽ പിശാചിൽ ഉത്ഭവിക്കുന്ന 1 യോഹന്നാൻ 3:4 പാപം നിയമലംഘനമാണ്. കണ്ടോ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാപമുള്ള സ്ഥലത്ത് പിശാച് വാസമർപ്പിക്കും. അവൻ എവിടെ കയറും? പ്രബലനം കൂടുതൽ പരീക്ഷിക്കപ്പെടും. കണ്ടോ? ജ്ഞാനം 6:11 വചനത്തിൽ വീണ്ടും കാണാം. പ്രബലനം കൂടുതൽ മറ്റവന് കൃപ കൊടുക്കുമെന്ന്, മാപ്പ് കൊടുക്കുമെന്ന് എല്ലാം പറയുന്നത്. അപ്പൊ വചനം നമ്മിൽ നിലനിൽക്കണം. വചനം നിലനിൽക്കണമെങ്കിൽ ഈ നാക്കിനെ നിയന്ത്രിച്ചേ പറ്റൂ. അതാണ് നാക്കിന് പൂട്ടും താഴുമൊക്കെ വേണോ? എവിടെയാണ്? പ്രഭാഷകൻ 25:10-25-26 വാക്യം ഒന്ന് വായിച്ച്.
ഇന്ന് 10-ാം വാക്യം നടത്ത് വായിക്കാം. 25, 26. പൂട്ടും താഴും വേണോ? അപ്പൊ പൂട്ടും താഴും വെക്കണം. വെച്ചില്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ നാക്ക് പോകും. ഈശോയിൽ വന്നാൽ അപ്പപ്പോ കർത്താവ് പറഞ്ഞു തരും. വേണ്ട. യോഹന്നാൻ 16:8 പരിശുദ്ധാരൂപി നമ്മളെ വെളിപ്പെടുത്തി തരും പാപബോധങ്ങളെല്ലാം, ന്യായവിധി എല്ലാം കാണിച്ചു തരും നമ്മളെ. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ നാക്കിനെ വളരെ കണിശമായിട്ട് അതിനെ നിയന്ത്രിക്കണം. അത് വളരെ സംഗതിയാണ്. അതാണ് പ്രഭാഷകൻ 5 9 തൊട്ട് 15 വരെയുള്ള പാനം ഒന്ന് വായിച്ച്. അത് നാക്കിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാൽ അപ്പൊ നാക്കിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. പെട്ടെന്ന് സാധ്യമല്ലാതെ അത് ക്രമേണയാണ്. ഇതാണ് ഈ ഓൺ ഗോയിങ് പ്രോസസ്. യോഹന്നാൻ 3:3 നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത്. ഇതൊന്നാണ് ഈ കുമ്പസാരം എന്ന കുദാശയിൽ കൂടി ഇങ്ങനെ കടന്നു വരുമ്പോ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ. റോമ 6:22 ഈശോയ്ക്ക് അടിമയാകാതെ, കർത്താവിന് അടിമയാകുക, നിന്റെ വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനമെന്ന്. നാക്കിനെ നിയന്ത്രിക്കുമ്പോഴാണ് ഈ നിത്യജീവനിലോട്ട് കടക്കുന്നത്. ഇതാണ് യാക്കോബ് 1:27 വാക്യം. 26, 27 പൊട്ടിക്കുക. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അനാഥരെയും വിധവകളെ സഹായിക്കുക, നാക്കിനെ നിയന്ത്രിക്കുക, നിന്നെ തന്നെ നിയന്ത്രിക്കുക. അതാണ് ശരീരത്തെ നിയന്ത്രിക്കുക. വായിക്കുക. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളന് അവമതിയും കപടഭാഷിക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദൈവവചനമാണ് നാം കേട്ടത്. ഇനി നമുക്ക് ആ സങ്കീർത്തനം വായിക്കാം. 52 ഒന്ന് വായിച്ചേ. 2 തൊട്ട്. ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗര കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതു കളയും. നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും. അവ ഈ 52 കഴിഞ്ഞാൽ 6 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര സങ്കീർത്തനം വരും? 58. അതിന്റെ കൂടെ 6 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് 3 സങ്കീർത്തനമാണ് എടുത്തു പോയത്. അപ്പൊ എളുപ്പം ഓർമ്മയിൽ നിൽക്കും. ഇങ്ങനെയാണ് പരിശുദ്ധാരി കാണിച്ചു തരും. 52 കഴിഞ്ഞാല് 58 58 കഴിഞ്ഞാല് 62 അപ്പൊ നാക്കിനെ പറ്റി ഓർത്താ ഇത് 3 ഓർത്താ ആദ്യം ഇരുന്നാ മതി കേട്ടോ. ഇതുപോലെ തന്നെ ചിലപ്പോ ഭോഷനെ പറ്റി ചോദിച്ചാലാ സങ്കീർത്തനം അതെ അതെ 14 ഉണ്ടോ? അത് 2 സങ്കീർത്തനം ഉടനെ വരും അവിടെ. 2 ഒന്നാണപ്പം. ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ആത്മാവാണ്. യെശയ്യാ പ്രവാചകന്റെ ആത്മാവ് ശക്തമായ ആത്മാവാണ്. അതാണ് ഈ 11:2. യെശയ്യാ 11:2. ആ ആത്മാവിന് വേണ്ടി എല്ലാവരും ദാഹിക്കണം. വിവേകം, ജ്ഞാനം, അറിവ്, ഉപദേശം, ദൈവഭക്തി, ദൈവശക്തി ഇതെല്ലാം ദൈവം തരും. ഈ ദാഹമുള്ളവന് മാത്രമേ കിട്ടുകയുള്ളൂ. 1 പത്രോസ് 2 1 തൊട്ട് 3 അല്ല വനത്തില് ഇളം പൈതലിനെ പോലെ ദാഹിക്കുമ്പോ എന്തൊക്കെ 5 ഗുണങ്ങൾ കളയേണ്ടത്? എന്തൊക്കെ ഗുണങ്ങളാണ് കളയേണ്ട ഗുണങ്ങൾ? എല്ലാ തിന്മയും, വാഞ്ചനയും, കാപട്യവും, മാത്സര്യവും, അപവാദവും ഉപേക്ഷിക്കാൻ. കണ്ടോ?
അതിൽ ഈ നട്ടുക്കൊടുത്തേക്കുന്ന എന്താണ്? കാപട്യം. ഇത് വലിയ സംഗതിയാണ്. ഈ കാപട്യം പോണെങ്കിൽ 4 കൊല്ലം തന്നെ വേണം. പോകില്ല, പിന്നെ അവിടെ ഇരിക്കും ഓൻ കയറി. കാപട്യം പ്രായം തോറും കാപട്യം കൂടും. ഇതാണ്. ഇതുകൊണ്ടാണ് ആദ്യം നരകത്തിൽ പോകുന്ന ആരാണ്? കപടനാണെന്ന് മത്തായി 24:51. കർത്താവിനെ കണ്ണിന് കാണാൻ ആരെയാണ്? ഈ കപടനെയാണ്. കണ്ടോ? അതുകൊണ്ടാണ് ആ കപടത വിട്ടുവന്നവരുടെക്ക് എന്ത് ഇതാണ്. കപടത വിട്ടുവരുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോലെ ആകുന്നത്. അതുകൊണ്ടാണ് എല്ലാം വെളിപ്പെടുത്തി തരുന്നത് നമുക്ക്. മത്തായി 11 25 തൊട്ട് 27 വചനവും ലൂക്കാ 10 21 22 വാക്യത്തില് വിവേകികളിൽ നിന്ന് വിജ്ഞാനികളിൽ നിന്നും മറച്ച് ശിശുക്കളെ പോലെയുള്ളവർക്ക് ദൈവരാജ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആത്മാവിന്റെ കാര്യങ്ങൾ മറ്റു ബുദ്ധിയിലിരിക്കുന്നവർക്ക് ആർക്കും കിട്ടുകൊടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങളെല്ലാം വന്നിരിക്കുന്ന കൃപയിലാണ്. ദൈവം ആർക്കും ആരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ ഗ്രാൻഡ് മദറിന്റെ മദറായിരിക്കും. എന്തുകൊണ്ടാണ്? 2 പത്രോസ് 3:8 9 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെയാണ് കേട്ടോ. ആ വചനത്തിൽ കൂടിയാണ് വന്നേക്കുന്നത്. അപ്പൊ അവര് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന അപ്പൊ കേട്ടു. ഇപ്പോഴാണ് അനുഗ്രഹം ദൈവം വർഷിച്ചത്. ഇനി നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് യേശുവിന്റെ പ്രവർത്തനം. മരിച്ചുപോയ എല്ലാ ആത്മാക്കളും രക്ഷപ്പെടും, നമ്മുടെ സ്വന്തക്കാരെല്ലാം. 1 പത്രോസ് 3 18 19 വാക്യത്തിൽ കൂടി. പിന്നെ ആത്മാവിനെ പറ്റി ഒരു പേടിയുണ്ടായില്ല. എല്ലാ ആത്മാക്കളും കാരണം അനേക ആത്മാക്കളും നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരൊറ്റ കുറുക്കന്റെ കണ്ണ് എവിടെയായിരിക്കും? അതുപോലെ ആയിരിക്കും നിങ്ങളുടെ കണ്ണ്. ആത്മാ ഈ രോഗശാന്തിക്കൊന്നും ആരും നടക്കില്ല. അത് നടന്നാൽ നിങ്ങൾ ആത്മാവ് പോകും. ഈ രോഗശാന്തിക്കും അതിനും ഇതിനും വേണ്ടാത്തതിനൊക്കെ ആത്മാവിനെ പിടിക്കുക, ആത്മാവിനെ കൊണ്ടുവരികയും കേട്ട്. മത്തായി 7 21 തൊട്ട് 28 വചനം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശി. അതാണ് ലൂക്കാ 10:20. സ്വർഗരാജ്യത്തിൽ പേരെഴുതിക്കുക. മറ്റെല്ലാം നടന്നോളും, കർത്താവ് നടത്തിക്കോളും. നിങ്ങളൊന്നും അറിയണ്ട. ശക്തമായ ഡെലിവറൻസ് നടത്തിക്കോളും. ശക്തമായ രോഗശാന്തി എല്ലാം കൊടുത്തോളും. ഫോണിൽ കൂടി വിട്ട് ഞാൻ മെഡ്രാസിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഫോണിൽ കൂടി ഒന്ന് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥി രോഗീനെ. അപ്പൊ പ്രോസ്ട്രേറ്റ് ക്യാൻസർ സൗഖ്യമായെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ ഇങ്ങോട്ട് വരണമെന്നും ഭാര്യയും എല്ലാം കൂടി. അതൊന്നും വലിയ കാര്യമല്ല കേട്ടോ. അതാ ഡോക്ടറിന് മനസ്സാന്തരം കൊടുക്കാനായിരിക്കും കർത്താവ് കാണിച്ചത്. കണ്ടോ, പണം മാത്രമായിട്ട് നടക്കുകയായിരിക്കും. അപ്പൊ ആ കർത്താവ് കാണിക്കണ അങ്ങനെ അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അത് നമ്മുടെ ഒന്നുമല്ല. അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് കർത്താവ് നടത്തിക്കോളും. പക്ഷെ നന്ദി പറയണം ദൈവത്തിന്. അതാണ് ദൈവത്തിന് ഏറ്റവും ആവശ്യം. അത് ഏത് വചനമാണ്? ലൂക്കാ സുവിശേഷം 17 അധ്യായത്തില് 11 തൊട്ട് 19 വചനത്തില്. അതല്ല 72 10 പേര് കുഷ്ഠരോഗികളെ സൗഖ്യമായി. 9 വിജാതീയർ ഇസ്രായേൽക്കാര് വന്നില്ല. ഒരു വിജാതീയൻ മാത്രം വന്ന് നന്ദി പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ച്. ദൈവത്തിനെ സ്തുതിക്കാൻ ആവശ്യം കേട്ടോ. നല്ല സെൽഫ് ഗ്ലോറിക്കൊന്നും നടന്നാ പോയി. കർത്താവിന് മനഃശാന്തത്തിന് വേണ്ടി നിങ്ങൾ ഇറക്കണം. അതിനാണ് നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ്. അല്ലെങ്കിൽ വന്ന് പഠിച്ചിട്ടും പോയിട്ട് കാര്യമില്ല. പഠിക്കുകയല്ലേ ഇത്. നിങ്ങൾ ആത്മാവിന്റെ കൃപയിൽ വരണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ദൈവം തീഷ്ണത തരുവി, ഉത്തേജിപ്പിക്കും. നിങ്ങള് വെറുതെ ഇരുത്തിയല്ല. വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. 2 കൊരിന്ത്യർ 5 14 തൊട്ട് 20 വചനത്തില് പുതിയ സൃഷ്ടികളാണ്, മാറ്റിയാണ്. ഉത്തേജിപ്പിക്കുന്ന ദൈവസ്നേഹമാണ്. പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് അംബാസിഡേഴ്സ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അതിന് പോണം. അതിനാണ് കർത്താവ് പറഞ്ഞ ലോകം മുഴുവൻ പോയി മർക്കോസ് 16 15 തൊട്ട് 18 വരെയുള്ള വചനത്തില് എല്ലാ സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കാൻ. മർക്കോസ് 16 15 തൊട്ട് 18 വരെയുള്ള വചനം. പോയി പ്രസംഗിക്കാൻ ചെല്ലുമ്പോ എന്ത് കൈ വേണം? പിശാചിനെ ബഹിഷ്കരിക്കാൻ. പിശാചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടുന്ന് അവനെ ബഹിഷ്കരിക്കുന്നത്? ആദ്യത്തെ കൃപ അതാണ്. ഈശോ എവിടെ ചെന്നാൽ ആദ്യം എന്താ ചെയ്തത്? പൈശാചിക്കൾ ആദ്യം കളയും. എന്നിട്ടാണ് ഹോളി സ്പിരിറ്റ് കൊടുക്കണം. എന്നിട്ട് വചനം കൊടുക്കും. അപ്പൊ അവന് സ്വീകരിക്കും. അതിന്റെ ഇടയിൽ കൂടി രോഗികളെ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, രോഗികളെല്ലാം